എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് ഇക്വിറ്റി സൂചികകളായ BSE സെൻസെക്സും അതുപോലെ തന്നെ NSE നിഫ്റ്റി 50 ഒക്കെ തുടർച്ചയായ രണ്ടാം സെഷനിലും, അതായത് ഇന്ന് ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 74,390 എന്നുള്ള ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെൻസെക്സ് 609 പോയിൻ്റ് ഉയർന്ന് 74,340 ക്ലോസ് ചെയ്തത്. അതുപോലെ NSE നിഫ്റ്റി 50 207 പോയിൻ്റ് പോസിറ്റീവിൽ 22,544 ക്ലോസ് ചെയ്തു. ഏഷ്യൻ പെയിൻറ്റ്സ്, കോൾ ഇന്ത്യ, BPCL, ഹിൻഡാൽകോ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ 4.75% വരെ നേട്ടത്തോടെ നിഫ്റ്റി 50യിലെ 50 സ്റ്റോക്കുകളിൽ 38 എണ്ണവും പോസിറ്റീവിലാണെന്നുള്ളത്. അതേസമയം ടെക്കം, ട്രെൻഡ്, ബെല്ല്, ബ്രിട്ടാനിയ, കൊട്ടക് ബാങ്ക് ഈ മുൻനിര സ്റ്റോക്കുകൾ 2.35% വരെ താഴുകയും ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 1.32% ഉയർന്ന് ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ്പ് ഓഹരികൾ അതിന് മുൻതൂക്കം നൽകി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 0.37% നേട്ടത്തോടെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി ഒഴികെയുള്ള എല്ലാ സെക്ടറുകളും ഇന്നും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. അവയിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ എന്നിവ 2% വീതം ഉയർന്ന് ക്ലോസ് ചെയ്തു. ഇതിന് പിന്നാലെ നിഫ്റ്റി ഹെൽത്ത് കെയർ, ഫാർമ, FMCG എന്നിവ 1%-ലധികം ഉയർന്നു. നിഫ്റ്റി റിയാലിറ്റി 0.17% ഇടിഞ്ഞത് ഇന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡേ ചാർട്ടിലെ സമീപകാല ഗ്യാപ്പ് ഫിൽ ചെയ്ത് നിഫ്റ്റി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. RSI ചരിത്രപരമായ താഴ്ചയിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ബുള്ളിഷ് ക്രോസ് അവറിലാണ് ഉള്ളത്. അതിനാൽ കുറച്ച് ദിവസങ്ങൾ ഗ്രീനിൽ തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അതോടൊപ്പം ഉയർന്ന മൂല്യത്തിൽ നിഫ്റ്റി 23,750 23,800 ഈ ഒരു റേഞ്ച് അതുവരെ പോകാനുള്ള സാധ്യതയുണ്ട്. 22,300 താഴെ വീണില്ലെങ്കിൽ, ഇപ്പോൾ 22,300 എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണുള്ളത്. ഇതിന് താഴെ നിഫ്റ്റി വീഴാത്ത പക്ഷം, ഇതിപ്പോൾ ഒരു സ്വിംഗ് സപ്പോർട്ടാണ്, ഇതിന് താഴെ വരാത്ത പക്ഷം ഒരു ബൈ ട്രെൻഡ് ശക്തമായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള വാഹന നിർമ്മാതാക്കൾക്കുള്ള ട്രംപിൻ്റെ താരിഫ് നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോളർ ദുർബലമാകുകയും ചെയ്തു. മറ്റുള്ള പോസിറ്റീവ് ആഗോള സൂചനകൾ കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ശക്തമായ പ്രതിരോധം തീർത്തു. കൂടാതെ ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റം, ആവശ്യകതയിലെ മാന്ദ്യവും മറ്റ് ചൈനയിൽ നിന്നുള്ള കൂടുതൽ സാമ്പത്തിക ഉത്തേജനവും ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എനർജി, മെറ്റൽ മേഖലകളിൽ വന്ന ഉണർവും ബാങ്കിങ്ങിലെ ശക്തിയും മെച്ചപ്പെട്ട ലിക്വിഡിറ്റി സാഹചര്യങ്ങളുമൊക്കെ ഇന്ന് നേട്ടത്തിന് കൂടുതൽ പിന്തുണ നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി ലാസ്റ്റ് ഡേയിലെ ഗ്യാപ്പ് ഇന്ന് നിഫ്റ്റി ഫിൽ ചെയ്തിട്ടുണ്ട്. ശക്തമായൊരു പോസിറ്റീവ് വികാരം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് വരയ്ക്കുകയാണെങ്കിൽ അതിന് മുകളിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെയും അത് പറഞ്ഞതാണ്. ട്രയാങ്കിൾ പാറ്റേൺ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. തീർച്ചയായും നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് കാണാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ സെൻസെക്സിൽ 73,940 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പറഞ്ഞത്. അത് ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. നമുക്കത് പോസിറ്റീവാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമും 1 അവർ ടൈം ഫ്രെയിമും ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. നമുക്കിന്ന് നമ്മുടെ ലെവലുകൾ ആക്റ്റീവായി പോസിറ്റീവാണ്. അതേസമയം ബാങ്ക് നിഫ്റ്റി ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെയും ഇന്നും നമുക്ക് ആക്റ്റീവായിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയ മന്ദഗതിയിലാണുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നാളെ ഏതെല്ലാം സപ്പോർട്ടുകൾ ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണ് നിഫ്റ്റിയിലും മറ്റ് 2 ഇൻഡെക്സുകളും ആക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്കിനി റെസിസ്റ്റൻസ് ലെവലുകളാണ് ആദ്യമായിട്ട് നോക്കാനുള്ളത്. 22,560 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ്. സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സിഗ്നൽ 22,490, ഇത് 15 മിനിറ്റ്സാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ 22,400 സപ്പോർട്ട്. റെസിസ്റ്റൻസ് 22,620. നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ
നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് അല്പം മുകളിൽ നിന്ന് 48,690. ഓക്കെ, 48,690 സപ്പോർട്ട് ഈ ലെവൽ തന്നെയാണ്. 48,390 1 അവർ ടൈം ഫ്രെയിമിലും ഇത് തന്നെ 48,970 48,100. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് സെൻസെക്സിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 74,390. ഓക്കെ, അതിന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സപ്പോർട്ട് നമുക്ക് ഇത്ര അടുത്ത് നിന്ന് തന്നെ നോക്കാവുന്നതാണ്. 74,150. ഓക്കെ, ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. 1 അവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 73,920 സപ്പോർട്ട്. റെസിസ്റ്റൻസ് 74,780. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. കൃത്യമായി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമും 1 അവർ ടൈം ഫ്രെയിമും നിങ്ങൾ വരച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നാളെ ബ്രേക്കൗട്ട് നടത്തുകയോ അല്ലെങ്കിൽ ആ സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.